ഹേ ഗായ്സ്, ഈ വീഡിയോയിൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് +1 ഞാൻ ഉണ്ടാക്കിയ കുറച്ച് മിസ്റ്റേക്സ് ആണ്. അതുപോലെ തന്നെ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പറയാം. എനിക്ക് 10th ഫുൾ A+ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമേ തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു +1 +2 എന്തെങ്കിലും സ്ട്രീം ഞാൻ കൊമേഴ്സ് എടുക്കുള്ളൂ. പിന്നെ ഞാൻ ആഗ്രഹിച്ച സ്കൂളിൽ തന്നെ എനിക്ക് അഡ്മിഷൻ കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ സ്കൂളിലെ ക്ലാസ്സിനെ പറ്റി ഒന്നും പറയാല്ല, അടിപൊളി ക്ലാസ് തന്നെയായിരുന്നു. അത് കാരണം എനിക്ക് അത്ര കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ കുറച്ച് മടി കാണിച്ചത് കൊണ്ട് മാത്രം എനിക്ക് കുറേ പണി കിട്ടിയിട്ടുണ്ട്. എൻ്റെ ആനുവൽ എക്സാമിൽ ഞാൻ മെയിനായിട്ട് സഫർ ചെയ്ത സബ്ജക്റ്റ് ഏതെന്ന് വെച്ചാൽ ബിസിനസ് സ്റ്റഡീസ് തന്നെ ഞാൻ പറയാം. ബിസിനസ് സ്റ്റഡീസിൽ കുറേ തിയറി പഠിക്കാണ്ട്, അത് കാരണം നമുക്ക് കുറച്ച് മടി ഉണ്ടാവും. ചിലവർക്ക് ഇത് ചിലപ്പോൾ ഇഷ്ടമാവും കേട്ടോ, പക്ഷെ ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് പറഞ്ഞത് കേട്ടോ. സത്യത്തിൽ ക്രിസ്മസ് എക്സാമിന് പോലും ഞാൻ ഫുൾ ചാപ്റ്റർ, അവർ തന്നിട്ടുള്ള ചാപ്റ്റേഴ്സ് പോലും കംപ്ലീറ്റ് ചെയ്യാണ്ട് വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ മാത്രം പഠിച്ചു പോയ അവസ്ഥ വരെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇന്നേ വരെ അങ്ങനെയൊന്നും പഠിച്ചിട്ടില്ല. ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് എല്ലാ ചാപ്റ്റർ കവർ ചെയ്യാൻ നോക്കാറുണ്ട്. പക്ഷെ എനിക്ക് ബിസിനസ് സ്റ്റഡീസിന് തീരെ സമയം കിട്ടിയില്ല. ആനുവലിന് ഞാൻ എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് തീർത്തിട്ട് ഒന്ന് എക്സാം എഴുതാൻ പോയെന്ന് എനിക്ക് അറിയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ +1 അപ്പം റിവിഷൻ ചെയ്ത് പോകണം, ഇല്ലെങ്കിൽ പണി. ബിസിനസ് സ്റ്റഡീസ് എല്ലാ ദിവസവും നിങ്ങൾ പഠിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവസാനം ആവുമ്പോൾ നിങ്ങൾ മറക്കും. അത് തിയറി ആയതുകൊണ്ട് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അതാണ് നമ്മൾ തുടക്കത്തിലേ തന്നെ നിങ്ങൾ നന്നായി പഠിച്ചു പോകണം. പിന്നെ ഉള്ളത് അക്കൗണ്ടൻസി ആണ്. അക്കൗണ്ടൻസി എനിക്ക് ഭൂരിഭാഗം എളുപ്പമായിട്ട് തോന്നി. ഞങ്ങളുടെ ക്ലാസ് എടുക്കണ കാരണമാണോ എന്നറിയില്ല, സ്കൂളിൽ അത്യാവശ്യം നല്ല ക്ലാസ് തന്നെ കിട്ടിയിട്ടുള്ളത്. അത് കാരണം ഞാൻ യൂട്യൂബ് ക്ലാസ് അല്ല കണ്ടുള്ളത്. നമ്മൾ സ്കൂളിൽ എടുക്കണ രീതിയും യൂട്യൂബ് ക്ലാസ്സിൽ കാണുന്ന രീതിയും വേറെയാണെങ്കിൽ പിന്നെ ആകെ കൺഫ്യൂഷൻ ആവുമല്ലോ. അപ്പം ഞാൻ സ്കൂളിൽ ഇരിക്കുന്ന രീതിയിലാണ് പഠിച്ചിട്ടുള്ളത്. അത് ഏകദേശം അത്യാവശ്യം നല്ലതായതുകൊണ്ട് തന്നെ എനിക്ക് A+ എന്തായാലും കിട്ടുന്ന എനിക്ക് ഉറപ്പുണ്ട് അക്കൗണ്ടൻസിയിൽ. പിന്നെ ഇപ്രാവശ്യത്തെ +1 അക്കൗണ്ടൻസി എക്സാം വളരെ എളുപ്പമായിരുന്നു. അത് കാരണം എനിക്ക് അക്കൗണ്ടൻസിക്ക് പ്രതീക്ഷയുണ്ട്. പിന്നെ ഞാൻ യൂട്യൂബ് ക്ലാസ് കൂടുതൽ കണ്ടിട്ടുള്ളത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലെ പ്രോഗ്രാമിങ്ങും അതൊക്കെ എനിക്ക് ഇത്തിരി ടഫായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഓർ ക്വസ്റ്റ്യൻ ഏതാട്ടോ. പിന്നെ എനിക്ക് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആണ്. എന്നുവെച്ചാൽ പ്രാക്ടിക്കൽ എക്സാം +2 ചെയ്യണം. പിന്നെ മാത്സ് അല്ല, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ് പകരമുള്ളത്. അത് കാരണം 2 പ്രാക്ടിക്കൽ എക്സാം എനിക്ക് +2 ചെയ്യണം. ഒന്ന് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും പിന്നെ 2 അക്കൗണ്ടൻസിക്ക് വേണ്ടിയിട്ട്. എക്കണോമിക്സ് പിന്നെ +1 എളുപ്പമാണ്, അത്ര വലിയ കഷ്ടപ്പെട്ട് പഠിക്കാനുള്ളതൊന്നുമില്ല. 2 പാർട്ടായിട്ടാവും. ഇന്ത്യൻ എക്കോണമി എന്ന് പറഞ്ഞിട്ട് പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഈസിയാണ്. നിങ്ങൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് അത്ര എളുപ്പമാണ്. ഇന്ത്യൻ എക്കോണമിയിലാണ് കുറച്ച് തിയറി പഠിക്കാനുള്ളത്. അത് അത്ര ടെൻഷൻ അടിക്കാനൊന്നുമില്ല. +1 കുറച്ച് ഈസി ആയിട്ട് നമുക്ക് A+ എക്കണോമിക്സിൽ കിട്ടും. എൻ്റെ +1 റിസൾട്ട് അറിഞ്ഞിട്ടില്ല, എനിക്ക് എന്താവുന്നൊന്നും എനിക്കറിയില്ല. ഭാഗ്യം പോലെ. +1 +2 നിങ്ങൾ പ്രോപ്പർ ആയിട്ട് റിവിഷൻ ചെയ്ത് എന്നും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഫുൾ A+ കിട്ടും. എന്നും പഠിക്കണം. +1 ഞാൻ കുറച്ച് തരികിട കളിച്ചിരുന്നു, അതാണ് എനിക്ക് ഉണ്ടായ ഏറ്റവും വലിയ തെറ്റ്. പിന്നെ ലാംഗ്വേജസ്, പിന്നെ എൻ്റെ എക്സാമിന് ലാംഗ്വേജ് ഇംഗ്ലീഷ് എക്സാമിന് തീരെ സമയം കിട്ടിയില്ല. എന്താണോ തീരെ സമയം കിട്ടാത്ത പോലെയാണ് എനിക്ക് തോന്നിയത്. ഞാൻ ഇംഗ്ലീഷിലെ എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാറുണ്ട് ഭൂരിഭാഗം. കാരണം എനിക്ക് അങ്ങനെ ചെയ്താലാണ് കുറച്ചും കൂടി ഒരു സാറ്റിസ്ഫൈ ആവുക ഞാൻ. പക്ഷെ എനിക്ക് ഇപ്രാവശ്യം തീരെ നേരം കിട്ടിയിട്ടില്ല. പിന്നെ പ്രൊഫൈൽ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഏകദേശം ഒന്ന് തെറ്റിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇമ്പ്രൂവ്മെന്റ് എന്തായാലും ഇംഗ്ലീഷ് ഉണ്ടാവും എന്ന് എനിക്ക് ഉറപ്പാണ്. എനിക്ക് പറയാനുള്ളത്, ഞാൻ ചെയ്യണ പോലെ ഇമ്പ്രൂവ്മെന്റ് എഴുതാനായിക്കാളും നിങ്ങൾ നല്ലത് +1 തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ നോക്കുക. അപ്പോൾ നമുക്ക് +2 അപ്പം +1 ഇമ്പ്രൂവ്മെന്റിന് വേണ്ടി പഠിക്കേണ്ട ആവശ്യമില്ല. +2 തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഇമ്പ്രൂവ്മെന്റ് എക്സാം എനിക്ക് ഒക്ടോബറിലാണെങ്കിലും ഞാനിപ്പോൾ +1 കാര്യങ്ങൾ പഠിക്കുമ്പോൾ എൻ്റെ +2 ക്ലാസ് ആണ് മിസ്സായി പോണത് എനിക്ക്. അപ്പോൾ നിങ്ങൾ +1 നന്നായി പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ +2 പിന്നെ അത് ആലോചിച്ചിട്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. +2 കാര്യം മാത്രം അടിച്ചാൽ മതി. കാരണം +2 എന്ന് പറയുന്നത് +1 കുറച്ച് ടഫായിരിക്കുമല്ലോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ എങ്ങനെയുണ്ടെന്ന് പറയണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കണം. പിന്നെ നെക്സ്റ്റ് വീഡിയോ എങ്ങനത്തെ വേണമെന്നൊക്കെ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ടിപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പറയണം. അപ്പോൾ ഓക്കെ, ബൈ. പിന്നെ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, ശരിക്കും ബൈ.